സുഹൃത്തുക്കളെ, കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിധിയെക്കുറിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്ന ഒരു പരമ്പര അതിന് വല്ലാത്തൊരു തടസ്സം നേരിടുന്നുണ്ട്. സാങ്കേതികമായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. അത് അന്ന് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്തൊക്കെ വെച്ചിരുന്നതാണെങ്കിൽ തന്നെ അവരുടെ അനുവാദത്തോടു കൂടി, അല്ലാതെ ഞാൻ ഫോൺ റെക്കോർഡ് ചെയ്യാറില്ല. അവരോട് ചോദിക്കും, ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്, റെക്കോർഡ് ചെയ്ത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് തന്നെ ചെയ്യാറുള്ളൂ. അങ്ങനെയുള്ള ആ ഒരു ക്രെഡിബിലിറ്റി ഉള്ളതുകൊണ്ടാവും ഒരു പക്ഷേ അവരൊക്കെ നമ്മളെ മാധ്യമരംഗത്ത് ഒന്നുമല്ലാത്ത എന്നെപ്പോലുള്ള പുഴുവിൻ്റെ ഫോണ് അവരെടുക്കുകയും അവരെൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നത്. അവർക്ക് വേണമെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയയ്ക്ക് മാത്രം കൊടുത്താൽ മതി. ആരും അധികം പ്രേക്ഷകരൊന്നും ഇല്ലാത്ത ഏതോ ഒരു ഈ ഭൂമിയുടെ ഏതോ ഒരു കോണിലിരുന്നത് ചെയ്യുന്ന എനിക്ക് അവർ അങ്ങനെയുള്ള എന്താ പറയുക, ശബ്ദത്തിലൂടെയെങ്കിലും എന്നോട് എനിക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനുള്ള അവസരം നൽകുന്നത് അത് അവരുടെ ഹൃദയവിശാലതയാണ്. ഇതിനു മുമ്പിൽ ഇതുവരെ തന്ന എല്ലാവരുടെയും മുമ്പിൽ നമിച്ചുകൊണ്ട് ആരും എന്നോട് നോ പറഞ്ഞില്ല. ചോദിച്ച ഒരാൾ പോലും പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതൊരു വലിയ അംഗീകാരമായിട്ട് കാണുകയാണ് ഞാൻ. എന്തായിരുന്നാലും അതൊക്കെ അവരുടെ മാനവിക ബോധത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആളുകളായതുകൊണ്ടാണ് എന്നുകൂടി അവരുടെ വിശാല ഹൃദയത്തിന് മുമ്പിൽ നമിച്ചുകൊണ്ട് ഞാൻ അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ, അദ്ദേഹം നമുക്കറിയാം CPIയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ASFലൂടെ പൊതുരംഗത്ത് വന്ന ആളാണ്. അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനൊക്കെ സെക്രട്ടറിയോ ഒക്കെ ആയിരുന്നു. മലപ്പുറത്തുകാരനാണ്. മലപ്പുറത്തെ പ്രധാനപ്പെട്ട മുസ്ലിം കുടുംബത്തിൽ ജനിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു വൈദ്യ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിന്നിരുന്നതാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അൺഎബിൾ ടു റീകാൾ ഇറ്റ് നൗ. എനിഹൗ, പുള്ളി 3 പ്രാവശ്യം പല മണ്ഡലങ്ങളിൽ നിന്നായിട്ട് മത്സരിച്ച് MLA ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഞാനിപ്പോൾ മുപ്പരെ വിളിച്ച് ചോദിക്കുന്നത് ശരിയല്ല, കാരണം അതുമല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുമില്ല പെട്ടെന്ന്, കാരണം സമയം വൈകുന്നുണ്ട്. ഇനി ഒരുപാട് പേരത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഇരിക്കുകയാണ്. റെക്കോർഡ് എൻ്റെ അടുത്തുണ്ട്, വോയിസ് റെക്കോർഡ്. അദ്ദേഹം കഴിഞ്ഞ തവണ ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു, പക്ഷേ പരാജയപ്പെട്ടു. ഗുരുവായൂർ മണ്ഡലം നമുക്കറിയാം, 1993 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം അവിടെ സിറ്റിംഗ് MLA ആയിരുന്ന PM അബൂബക്കർ സേട്ടു സാഹിബിൻ്റെ കൂടെ പോയി അവിടെ നിന്ന് MLA സ്ഥാനം രാജിവെച്ചിട്ട് നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വിവാദ നായകനായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി, ചലച്ചിത്ര പ്രവർത്തകനും മാധ്യമപ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള PT കുഞ്ഞുമുഹമ്മദ് അവിടെ നിന്ന് ബൈ ഇലക്ഷനിൽ അബ്ദുൽ സമദ് സമദാനിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിക്കുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്. എന്നാലും എനിക്ക് ഓർമ്മയുണ്ടത്. അങ്ങനെ അതിനുശേഷം പിന്നീട് അവിടെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇടതു മുന്നണിക്ക്. അവിടെ നിന്ന് പിന്നീട് PT കുഞ്ഞുമുഹമ്മദ് 2 തവണ ജയിക്കുന്നു, പിന്നീട് KV അബ്ദുൽ ഖാദർ പലതവണ ജയിക്കുന്നു. ഇപ്പോൾ അക്ബർ ആരാണെന്ന് തോന്നുന്നു അവിടെ MLA, അതും ഓർമ്മയിൽ കിട്ടുന്നില്ല പെട്ടെന്ന്. എന്തായിരുന്നാലും അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ സാഹിബുമായിട്ട് ഞാൻ സംസാരിച്ചത്. അദ്ദേഹം ഒരു ചിന്തകനാണ്, എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്. അദ്ദേഹം ഞങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ വരെ അതിനകത്തുണ്ട്. മൂപ്പര് കമ്മ്യൂണിസ്റ്റ് വഴിയിലൂടെ കടന്ന് മോസ്കോയിലൊക്കെ പോയി പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ മൂപ്പര് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. തികഞ്ഞ മതേതരവാദിയാണ്. മുസ്ലിം ലീഗിൽ ബഹുഭൂരിപക്ഷം തികഞ്ഞ മതേതരവാദികളാണ് എന്നുള്ള അഭിപ്രായം തന്നെ എനിക്ക് എല്ലാ കാലത്തും ഉള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്ത് ജനിച്ച് വളർന്ന എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും. അത് മുസ്ലിം ലീഗിനുള്ള എൻ്റെ വകയൊരു സർട്ടിഫിക്കറ്റാണ്. മുസ്ലിം ലീഗിനകത്തും എല്ലാ പാർട്ടിക്കകത്തും എല്ലാ മതത്തിനകത്തും വർഗീയവാദികളുണ്ടാവും. പക്ഷേ അത് ചിലപ്പോൾ മുസ്ലിം ലീഗിലുണ്ടാവും. പക്ഷേ പൊതുവിൽ ഞാൻ എടുത്തു നോക്കുമ്പോൾ എനിക്കറിയാവുന്ന ആളുകളിൽ മുസ്ലിം ലീഗിനകത്തുള്ളതിൽ 99.9% ആളുകളും മതേതരവാദികളാണ് എന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ലാത്തതുകൊണ്ട് ഞാനത് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. ഞാൻ നിരന്തരമായി അവരുമായിട്ട് സംസാരിക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്യുകയും സൗഹൃദം പങ്കിടുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് CPMകാരുമായിട്ടും കോൺഗ്രസ്സുകാരുമായിട്ടും BJPക്കാരുമായിട്ടും ഒക്കെ ചെയ്യുന്നത് പോലെ എല്ലാം സാധ്യമാകുന്ന ഒരാളാണ്. അത് എഴുതിയിട്ട് പ്രവീൺ തൊങ്ങാടിയെ പോലെ, പ്രമോദ് മുതലിക്കിനെ പോലെ വർഗീയത പറയുന്ന, സ്വാതി പ്രാജിയെ പോലെ വർഗീയത പറയുന്ന ആളുകൾ, MM അക്ബറിനെ പോലെ വർഗീയത തുപ്പുന്ന ആളുകൾ, പിന്നെ ഇവിടുന്ന് പോയൊരു ചങ്ങായിട്ടല്ലോ സാക്കിർ നായിക്കിനെ പോലെ വർഗീയത പറയുന്ന ആളുകൾ, അതല്ലെങ്കിൽ തനി വൃത്തികെട്ട വർഗീയത പറയുന്ന, അതായത് കുർബാന കൊണ്ടാൽ മാത്രമേ കുമ്പസരിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ, അല്ലാത്തതൊന്നും സ്വർഗത്തിൽ പോവില്ല എന്ന് പറയുന്ന വർഗീയത പറയുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട പാതിരിമാർ, അവരോടൊക്കെ എനിക്ക് പുച്ഛ. കാരണം മഹാത്മാഗാന്ധി കുമ്പസരിച്ചിട്ടില്ല, കുർബാന കൊണ്ടിട്ടില്ല. മൂപ്പര് പോകാത്ത സ്വർഗത്തിൽ എനിക്ക് പോകണ്ടെന്നേ, അങ്ങനെയാണ് ഞാൻ കരുതിയിട്ടുള്ളത്. മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വർഗത്ത് അങ്ങനെയാണെങ്കിൽ പോവില്ല, അവരൊന്നും പോകാത്ത സ്വർഗത്തിൽ എനിക്ക് പോകേണ്ടതില്ല എന്ന് ചിന്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ. നീട്ടിപ്പടുത്തി പറഞ്ഞപ്പോൾ തന്നെ 4 മിനിറ്റ് കഴിഞ്ഞു. ഇതാണ് എൻ്റെ പ്രശ്നം. അതിലേക്ക് വരാം. കെ എൻ എ ഖാദർ സാഹിബ് പറയുന്ന ഞാനുമായിട്ടുള്ള സംസാരം. വലൈക്കും അസ്സലാം. അപ്പൊ ഖാദർ സാഹിബ്, നിങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം ASFലൂടെ, CPIന്റെ വിദ്യാർത്ഥി ഭാഗമായിട്ടുള്ള ASFലൂടെ വരുന്നു. അത് ഇത്രയും കാലത്തിന് ശേഷം, ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഐക്യജനാധിപത്യ മുന്നണി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇങ്ങനത്തെ ഒരു വിജയം നേടുന്ന ആദ്യമാണ് അല്ലേ? തീർച്ചയായും ഇങ്ങനെ ഒരു വിജയം ഐക്യജനാധിപത്യ മുന്നണി
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടുന്നത് ഒരു പക്ഷേ ആദ്യമാണ് എന്ന് പറയാം. 2010 നല്ല വിജയം ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇതുപോലെ ത്രൂ ഔട്ട് കേരള നിങ്ങളത് കേൾക്കുക. കാരണം എല്ലാം മോന്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ ശബ്ദത്തിലേക്ക് എത്തിച്ചാൽ മതിയല്ല. കാരണം എല്ലാം മോന്തം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കേൾക്കാൻ തോന്നില്ല. അവിടെ തൽക്കാലം ഞാനൊന്ന് മാറി നിൽക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, കേൾക്കാൻ താല്പര്യമുള്ളവരൊന്ന് കേൾക്കുക. കാരണം വളരെ പിന്നെ പല അറിവുകളും പകർന്ന് നൽകുന്ന ഒരു വ്യക്തിയാണ് KN ഖാദർ സാഹിബ് എന്നുള്ളത് മറക്കരുത്. ഒരു ജീവിക്കുന്ന എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞാൽ മൂപ്പരെ സൂചിപ്പിക്കലാണെന്നൊന്നും ആരും കരുതണ്ട. ഞാൻ ഒരാളുടെ ഒരു കാലിച്ചായ ഇതുവരെ മേടിച്ചു കുടിച്ചിട്ടില്ല. മൂപ്പരെ ഇതുവരെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടുമില്ല. അതുപോലെ എല്ലാ മേഖലകളിൽ വൻ വിജയം തന്നെയാണ് ഈ തവണ നേടിയിട്ടുള്ളത്. അതായത് വെറും ഒരു വേവ് അല്ല, അത് സുനാമിയായിരുന്നു. അതായത് സാധാരണ പറയാറുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വളരെ ലോക്കൽ ഇഷ്യൂ ആണ്. പക്ഷെ ഈ തവണ പ്രാദേശിക വിഷയങ്ങളല്ല, രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനം നൽകിയത്. വ്യക്തിയെ നോക്കുന്നതിന് പകരം പൊളിറ്റിക്സ് തന്നെ നോക്കി, രാഷ്ട്രീയം തന്നെ നോക്കി. പ്രാദേശിക വിഷയങ്ങൾ അല്പസ്വല്പം സ്വാധീനിച്ചിട്ടുണ്ടാവും, എന്നാലും മെയിൻലി ദ റിസൾട്ട് ഈസ് പൊളിറ്റിക്കൽ. പിന്നെ ഇതിലുള്ളൊരു ഒരു പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാര്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി, അതുപോലെ അവരുടെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരൊക്കെ ഈ തവണ എതിർത്തത് വാസ്തവത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെയായിരുന്നു. പ്രധാനമായി എതിർത്തത് UDF-നെ ഒരു രണ്ടാമത്തെ എതിർപ്പാണ് UDF-നോട് ഉണ്ടായിരുന്നത്. പ്രധാനമായും അവർ എതിർത്തത് ജമാഅത്ത് ഇസ്ലാമിയെയാണ് എന്ന് തോന്നിപ്പോകുന്ന മട്ടിലാണ് അവരുടെ പ്രചരണം പോയത്. മലബാറിലൊക്കെ പ്രത്യേകിച്ച്, തെക്കൻ കേരളത്തിൽ എനിക്ക് വേണ്ടത്ര അറിവില്ല. അപ്പോ അങ്ങനെ ഈ ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിൽ കാര്യമായ സീറ്റുകളിലൊന്നും മത്സരിക്കുന്നില്ലതാണ്. അപ്പൊ ആളുകൾ തീരുമാനിച്ചു, അപ്പൊ ജമാഅത്ത് ഇസ്ലാമിയെ തോൽപ്പിച്ചാൽ മതിയല്ലോ. UDF-നെ പരാജയപ്പെടുത്തേണ്ട കാര്യമില്ല. UDF ഉള്ള സ്ഥലത്ത്, സ്വാധീനം അല്പസ്വല്പം ഉള്ള സ്ഥലത്ത് UDF-നെ തന്നെ ജയിപ്പിച്ചു. കുറച്ചെങ്കിലും ഒക്കെ BJP-ക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് അവരെ ജയിപ്പിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തന്നെ ജയിപ്പിച്ചുകൊള്ളണം എന്നില്ല എന്നൊരു മെസ്സേജാണ് ഇവരുടെ ഈ തവണത്തെ വളരെ പാളിപ്പോയ ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതേപോലെ ഇലക്ഷൻ സ്ലോഗന്റെ പിന്നെ ബെനിഫിഷ്യറീസ് ആയിട്ട് നിങ്ങൾ മാറി എന്നുള്ള അർത്ഥം. അവരുടെ ഇലക്ഷൻ സ്ലോഗന്റെ ബെനിഫിഷ്യറീസ് UDF ആയി മാറി. പിന്നെ കുറച്ചൊക്കെ അതല്ലാത്ത പക്ഷം കുറച്ചൊക്കെ പിന്നെ ആൾട്ടർനേറ്റീവ് ആയിട്ട് ജനം കണ്ടത് BJP ആണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ കാലത്തെ ഈ 2 തവണത്തെ ഈ ഭരണത്തിന്റെ ഫലമായിട്ട് ജനങ്ങൾ അത്രമാത്രം ഈ ഗവൺമെന്റിന് ഇവരെയും വെറുത്തിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. അത് ഒരു അവരുടെ എതിരാളികളല്ല വെറുത്തത്. എതിരാളികൾക്ക് സ്വാഭാവികമാണല്ലോ രാഷ്ട്രീയ എതിർപ്പ്. അവരുടെ കൂടെ നിൽക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ തന്നെ അവരെ എതിർക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതായത് അവരുടെ കൂടെ വോട്ട് ചോദിക്കാൻ ഇറങ്ങിയ ആളുകൾ തന്നെ പിന്നെ പോളിംഗ് സ്റ്റേഷനിൽ എത്തിയപ്പോ മറിച്ചു കുത്തുന്ന ഒരു കൗണ്ടർ വോട്ട് ചെയ്യുന്ന രീതിക്ക് എത്തി നടത്തും. അത് രാജൻ ആലോചിച്ച് നോക്കൂ. ഇവിടെ പണ്ട് തെരഞ്ഞെടുപ്പ്, രാജനും ഒരു പഴയ കമ്മ്യൂണിസ്റ്റാണ്, ഞാനും ഒരു പഴയ കമ്മ്യൂണിസ്റ്റ്. ഞാനിപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് കമ്മ്യൂണിസ്റ്റാ. ഞാൻ ഉദ്ദേശിക്കുന്ന കമ്മ്യൂണിസം പാർട്ടികൾ ഇവിടെ ഇല്ലാന്നുള്ളൂ, ശരീരം കൊണ്ടും അല്ല. അപ്പോ അത് നിങ്ങൾ മോസ്കോ പോയി പഠിച്ചോണ്ടാവും മാറിയത്. അതായത് മാർക്സിസം ലെനിനിസം പഠിക്കുമ്പോഴാണ് എനിക്കതിന്ന് പോരണം തോന്നിയത്. ഇതാണോ ഇപ്പൊ ഞാൻ ഇതിന്റെ പിന്നിലാണോ നടന്നതെന്ന് തോന്നിയത്. അത് വേറെ ഡിബേറ്റബിൾ വിഷയമാണ്, നമുക്ക് ഇത് കടിച്ചെടുക്കാം. വേറിട്ട വിഷയമാണ്, അത് പിന്നെ പറയാം. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാല് അവര് സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ ജനങ്ങളോട് എന്ത് പറയണമെന്ന് ആലോചിക്കുമ്പോ ആദ്യം ആലോചിക്കുക തൊഴിലാളി വർഗം എങ്ങനെ ചിന്തിക്കുന്നു, കർഷകരെങ്ങനെ ചിന്തിക്കുന്നു, കർഷക തൊഴിലാളി എങ്ങനെ ചിന്തിക്കുന്നു, അതുപോലെ ബുദ്ധിജീവികൾ എങ്ങനെ ചിന്തിക്കുന്നു, വിദ്യാർത്ഥികള്, സ്ത്രീകള്. ഇങ്ങനെയുള്ള വർഗപരമായ വിശകലനത്തിലൂടെയാണ് ആ വർഗങ്ങളെ സഹായിക്കാൻ പര്യാപ്തമായ ഒരു പരിപാടിയാണ് തയ്യാറാക്കുക. ഈ തവണ ഇവര് ചിന്തിച്ചത് ഈഴവരെങ്ങനെ ചിന്തിക്കുന്നു, ക്രൈസ്തവരെങ്ങനെ ചിന്തിക്കുന്നു, നായന്മാരെങ്ങനെ ചിന്തിക്കുന്നു, മുസ്ലിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, അവർക്കൊക്കെ ഉള്ള മരുന്നെന്താ, അതിൽ ആരെ എടുക്കണം, ആരെ കളയണം, തിരസ്കരിക്കണം. ഇതാണ്. അപ്പൊ വർഗപരമായിട്ടുള്ള കാഴ്ചപ്പാട്, മാർസിയൻ ഡയലക്ടിക്സും മാർസിയൻ പ്രിൻസിപ്പിൾസും ഒക്കെ പോയില്ലേ. അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് നമ്മളെക്കാളും മനസ്സിലാവൂല, അവരെ കൂടെ പുറത്തുള്ള UDF-കാരന് മനസ്സിലായില്ലെങ്കിലും
അത് വൃത്തിയായിട്ട് മനസ്സിലാവുന്നവരാണല്ലോ അവരുടെ കൂടെ നിൽക്കുന്നത്. അപ്പൊ അവര് മനസ്സിലാക്കി ഇത് പാർട്ടി മാറിയിട്ടുണ്ട്, നമ്മൾ വിചാരിച്ച പാർട്ടിയല്ല. ഇതിപ്പോ പ്രധാനമായിട്ടും മതന്യൂനപക്ഷങ്ങളെ എതിർത്ത് ശത്രുവാക്കി ഒരു ഭീഷണിയാണെന്ന് വരുത്തി തീർത്തിട്ട് ഭൂരിപക്ഷ സമുദായത്തെ പ്രേണിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്നത്. അല്ല, അത് ഭൂരിപക്ഷ സമുദായവും മനസ്സിലാക്കി എന്നുള്ളതല്ലേ? മനസ്സിലാക്കി. അതായത് ഞാനും നിങ്ങളും നികുതിപ്പണം അടക്കണ നികുതിപ്പണത്തിന്ന് ഉപയോഗിക്കുന്ന, അതിന് ഡീസൽ അടിക്കുന്ന, ആ പൈസക്ക് മേടിച്ചിട്ടുള്ള 1-ാം നമ്പർ കാറില് കേരളത്തിൽ ഏറ്റവും അധികം വർഗീയ വിദ്വേഷം പിന്നെ പ്രചരിപ്പിക്കുന്ന ഒരാളെ കൊണ്ടേ. ഞാൻ ഈ ശ്രീനാരായണ ഗുരു ഇതിനോട് വളരെ ബഹുമാനമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ അനുയായികളുടെ സംഘടനകളെയൊന്നും ഞാൻ ഒരിക്കലും ആക്ഷേപിക്കാറില്ല. കാരണം ഗുരുവിനോടുള്ള അങ്ങേയറ്റത്ത് ബഹുമാനം കൊണ്ട്. എങ്കിലും ഈ സന്ദർഭത്തിൽ അദ്ദേഹം വളരെ വലിയ വിദ്വേഷ പ്രചരണം കേരളാകെ നടത്തിയിട്ട് സ്വന്തം കാറിൽ അദ്ദേഹത്തിനെ കൊണ്ടുപോയി 5 മന്ത്രിമാര് പോയി സ്വീകരിച്ചു. അപ്പൊ എന്താണ് സഖാക്കൾ തന്നെ മനസ്സിലാക്കേണ്ടത്? സാധാരണ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന മനുഷ്യരെന്താ മനസ്സിലാക്കേണ്ടത്? അവര് മനസ്സിലാക്കി പിന്നെ മുസ്ലിങ്ങളാണ്, മുസ്ലിം മൈനോറിറ്റി, അതിന് അവരെ മുമ്പിൽ നിൽക്കുന്ന ഒരു ജമാഅത്ത് ഇസ്ലാമി, ഇവരൊക്കെയാണ് ശത്രു. അതുകൊണ്ട് ഹൈന്ദവ സഹോദരന്മാർക്ക് രക്ഷയില്ല. അപ്പൊ ആ രക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേക്കാളും കൊടുക്കുന്ന ഒരു ടീം മറ്റവരാണെന്നാണ് തോന്നിക്കാണും. അതുകൊണ്ട് കുറച്ച് പോസ്റ്റ് BJPക്കും കൊടുത്തു. അതായത് പിന്നെ ഒന്നും കൂടി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ CPM വിതച്ചു, BJP കൊയ്തു. അത് BJP കൊയ്തു, UDFും കൊയ്തു. മനുഷ്യര് നേരത്തെ തന്നെ UDF പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്നും തെളിഞ്ഞു. അതായത് ബ്രിട്ടീഷുകാർ പയറ്റി അതേ തന്ത്രം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രത്തേക്ക് മാറിപ്പോയി. സ്വർണ്ണപ്പാളി മാത്രമല്ല, ഇതും പാളിപ്പോയി. വലിയ മാറ്റാണ് വന്നത്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ഉപേക്ഷിച്ചതിന്റെ ഫലമായിട്ട്, വർഗ സമരം ഉപേക്ഷിച്ചതിന്റെ ഫലമായിട്ട്, ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങൾ ഉപേക്ഷിച്ച് ഏകാധിപത്യത്തിലേക്ക് പോയതിന്റെ ഫലമായിട്ട് ഒക്കെ ഉണ്ടായിട്ടുള്ള അപജയം കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാര് തന്നെ, കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ തന്നെ മറിച്ച് വോട്ട് ചെയ്തിട്ടുണ്ടാവുക. മറ്റുള്ളവര് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങള്, പോലീസിനെ കയറൂരി വിട്ടതിന്റെ പ്രശ്നങ്ങള്, പിന്നെ വളരെ പ്രധാനപ്പെട്ട ഈ ജനങ്ങളുടെ പ്രശ്നങ്ങള് നോക്കാതെ, അല്ലെങ്കിൽ വെള്ളം, പഞ്ചായത്ത്, വൈദ്യുതി, ബസ്, എല്ലാത്തിനും ഏറ്റവും കൂടുതൽ വിലയുള്ള ഒരു സ്റ്റേറ്റ് കേരളമാണ്. അപ്പൊ കഴിഞ്ഞ ഈ പിണറായി ഗവൺമെന്റിന്റെ 2 ടേം ഭരണത്തിന്റെയും പാർട്ടിക്ക് വന്ന അപജയത്തിന്റെയും ജനങ്ങൾക്ക് വന്ന ബുദ്ധിമുട്ടുകളുടെയും അനന്തര ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDFന് വളരെ അനുകൂലമായി നടന്നത്. പക്ഷെ അതിൽ ഒരു സംഗതി ഒരു UDFനും കൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. ഇത്രയും വലിയ ഭൂരിപക്ഷം ഒരു പക്ഷേ അപ്രതീക്ഷിതമായ സമയത്ത് പതിവിൽ കവിഞ്ഞ, അല്ലെങ്കിൽ സാധാരണ ഇല്ലാത്ത വിധം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയും UDFകാരെ എല്ലാ സ്ഥലത്തും ജയിപ്പിച്ചു തന്ന നാട്ടുകാര് ഒരു മെസ്സേജ് UDF നേതൃത്വത്തിന് തന്നിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊന്നുമല്ല, UDF നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വം വർദ്ധിച്ചിരിക്കുന്നു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാതിരുന്നുകൂടാ എന്നൊരു സ്ഥിതിവിശേഷം സംജാതമായിട്ടുണ്ട്. അത് UDFന്റെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് UDFന്റെ തലയിൽ ജനങ്ങൾ ഇട്ടത്. ഞങ്ങൾ ജയിപ്പിച്ചു തരാം, അതുകൊണ്ട് ഞങ്ങൾ റെഡിയാണ്. അതുകൊണ്ട് ആ റെഡിയായ ജനങ്ങൾ ഏൽപ്പിച്ച പുതിയ ഉത്തരവാദിത്വം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജയിച്ചു കൊള്ളണം. ജയിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് മടങ്ങി വരരുത് എന്നാണ് നാട്ടുകാരുടെ മെസ്സേജ്. അതായത് അത് കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നത് തൊട്ട് ഇനിയുള്ള പ്രവർത്തനങ്ങൾക്കകത്ത് ആ ഉത്തരവാദിത്വ ബോധം UDFനും അതിനകത്തുള്ള കക്ഷികൾക്കും അതിൽ ലീഡർഷിപ്പിലുള്ള ആളുകൾക്കും ഉണ്ടാവണം എന്നർത്ഥം. അത് സ്ഥാനാർത്ഥി നിർണയത്തിലും നേതൃത്വ നിർണയത്തിലും തർക്കങ്ങളില്ലാതെ, കലഹമില്ലാതെ ഒരുമിച്ച്, വല്ല കലഹം ഉണ്ടെങ്കിൽ ചെവി അറിയാതെ സെറ്റിൽ ചെയ്തിട്ട് ശാന്തമായി മനുഷ്യരെ ഒന്നും അറിയിക്കാതെ ഒരുമിച്ച് നിന്ന് പടപൊരുതി ജയിച്ചു കൊള്ളണം എന്നൊരു സന്ദേശം UDFനും ഇതിൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇന്നത്തെ ഒരു കാലത്ത് 2025 എന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്നെ പോലുള്ള മാപ്പിളകളും പാപ്പരാസികളൊക്കെ വിളിക്കുമ്പോ ഓരോ വാക്കും വളർന്നു തൂക്കി സൂക്ഷിച്ച് സംസാരിക്കും. വേണം എന്തെങ്കിലും പറയാൻ പറ്റില്ല, ആരെ കുറിച്ചെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റാത്തൊരു നമ്മളെ മലപ്പുറത്ത് നാടൻ ഭാഷ പറഞ്ഞ തൊള്ളേ തോന്നി വർത്താനം പറയരുത്.
എപ്പോഴും നമ്മളൊരു CCTV ക്യാമറക്ക് മുമ്പിലാണ് ഇരിക്കുന്നത് തോന്നുന്നത്. നമ്മുടെ മൂവ്മെന്റ്സ് ശ്രദ്ധിക്കണം, നിരീക്ഷണത്തിലാണ് നമ്മളെ ഒരു CCTV ക്യാമറ സദാ രാഷ്ട്രീയ നേതൃത്വത്തെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലാക്കി ജനത അത്ര കണ്ണും കാതും കൂർപ്പിച്ച് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്? തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇത് വലിയൊരു ജയമാണ്. ഈ ജയം കണക്ക് കൂട്ടിയാൽ ഏതാണ്ട് 90 സീറ്റിനേക്കുള്ള ജയമായി ഇത്. അല്ല, ഇന്നലത്തെ ഈ റിസൾട്ട് കേട്ടപ്പോ പിന്നെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാകാതെ എങ്ങനെ കഴിച്ചത്? കാരണം കൊല്ലത്തൊന്നും ഇപ്പൊ നിങ്ങൾ ജയിക്കുന്ന പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. കൊല്ലം കോർപ്പറേഷനൊക്കെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ CPI, CPM, RSP എല്ലാ സംഭവങ്ങളിലുള്ള കശുവണ്ടി തൊഴിലാളികള്, മത്സ്യത്തൊഴിലാളികള്, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഭൂമിയാണ് കൊല്ലം. അത് എന്താണ് ഇപ്പൊ സംഭവിച്ചത് നമുക്ക്? എനിക്ക് തന്നെ ഞാനും തമ്മിട്ട് ഞാൻ ഒരിക്കലും പിന്നെ എന്താ പറയാ, ഒരു വിദൂരമായ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത രീതിയിലാണ് നിങ്ങൾ അവിടെ നേട്ടം കൊയ്തത്. അതെ അതെ, കൊല്ലത്ത് കോഴിക്കോട് നഷ്ടപ്പെടുമായിരുന്നില്ല എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. അതെ അതെ അതെ, ഞാനത് പരിശോധിച്ചിട്ടില്ല. പക്ഷെ എന്തെങ്കിലും ചില വീഴ്ചകൾ സംഭവിച്ചതായിരിക്കണം, അല്ലെങ്കിൽ കോഴിക്കോട് കയ്യിൽ നിന്ന് പോകേണ്ടതല്ല. അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. എനിക്ക് വേറെ കുറെ കമന്റ്സ് ഒക്കെ ഉണ്ട് പറയാൻ. അതിപ്പോ എന്തായാലും ഓൺ റെക്കോർഡിൽ പറയാൻ വയ്യ. ഇല്ല വേണ്ട. അപ്പൊ എന്തായിരുന്നാലും പിന്നെ കാസു സാഹിബെ വളരെ നന്ദി. പിന്നെ നിങ്ങൾ പ്രതികരിച്ചതിന്. ഓക്കെ, മുന്നോട്ടുള്ള വഴിയിൽ എല്ലാവിധ ആശംസകളും. ഉത്തരവാദിത്തത്തോടു കൂടി പോകാൻ നിങ്ങളെ പ്രവർത്തകരോട് പറയുക. അതേപോലെ സ്വയം മറന്ന് അഹങ്കരിക്കരുതെന്നു. ഓക്കെ 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 ഓക്കെ, വെൽക്കം. ഓക്കെ, ഞാനൊന്നും കൂടുതലായിട്ട് പറയണമെന്ന് കരുതുന്നില്ല, പറയേണ്ട ആവശ്യമില്ല. കാരണം അത് ഞാൻ എന്ത് പറഞ്ഞാലും അത് അധികപ്പറ്റാവും, അവിവേകമാകും, അപക്വമാകും എന്നാണ് കരുതുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും കൃത്യമായി ഈ ഇലക്ഷൻ റിസൾട്ടിനെ പിന്നെ അപഗ്രഥനം ചെയ്തൊരു വ്യക്തിയായിട്ട് എനിക്ക് KNA ഖദറിനെ തോന്നുകയാണ്. ഞാൻ അദ്ദേഹത്തെ സഖാവ് നോക്കിയാണ് ഇഷ്ടപ്പെടുന്നത്. മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് അല്ല, ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ബന്ധമില്ല, കമ്മ്യൂണിസം പഠിച്ചപ്പോൾ ഇത് വിട്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണോ യഥാർത്ഥ കമ്മ്യൂണിസം അതിനെക്കുറിച്ചിട്ടുള്ള ധാരണയുണ്ട് എന്നാണ് കരുതുന്നത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് ഞാൻ, എൻ്റെ കൃഷ്ണനെയും കൊണ്ടാണ് ഞാൻ ഇസ്ലാം ആയത് എന്ന് പറഞ്ഞ മധുവിക്കുട്ടിയെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഐഡിയോളജി ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ദരിദ്രരായ മനുഷ്യരോട് പിന്നെ ചൂഷണത്തിനും പീഡനത്തിനും വിധേയരാകുന്നവരോട് സഹാനുഭൂതിയോട് കൂടിയിട്ട് പോയിട്ടുള്ള, പക്ഷെ അദ്ദേഹം ആഗ്രഹിച്ച കമ്മ്യൂണിസത്തിൻ്റെ പിന്നെ പ്രായോഗികവൽക്കരണം അദ്ദേഹം മുസ്ലിം ലീഗിൽ കണ്ടു. മുസ്ലിം ലീഗ് നടപ്പിലാക്കുന്നു, പലരുടെയും കണ്ണീരൊപ്പുന്നു, ശിഹാബ് തങ്ങൾ റിലീഫ് ഫണ്ട്, ചാരിറ്റി സെൻറ്റർ പ്രവർത്തനങ്ങൾ, അവരുടെ വൈറ്റ് ഗാർഡിൻ്റെ സേവനങ്ങൾ, ഇതിലൊക്കെ കണ്ടു ആകർഷണമായി അദ്ദേഹം അതിലേക്ക് പോയി. അതൊക്കെ അവനോട് ഇഷ്ടമാണ്, ഏത് പാർട്ടി തിരഞ്ഞെടുക്കണം എന്നുള്ളതൊക്കെ. നമ്മുടെ മനസ്സ് ശുദ്ധമാവുക, നമുക്ക് ദുഷ്ടമോഹങ്ങൾ ഉണ്ടാവാതിരിക്കുക, മറ്റൊരാളെ അനാവശ്യമായി അകാരണമായി വേദനിപ്പിക്കണം എന്ന് ചിന്തിക്കാതിരിക്കുക, വേറൊരാളെ ചവിട്ടി നമുക്ക് വളരണം എന്ന് ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പിന്നെ കടമ എന്നും അതാണ് ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി എന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ഏത് പാർട്ടിയിലായാലും ഏത് മതത്തിലായാലും അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഗുഡ് നൈറ്റ്. ബാക്കിയുള്ളതൊക്കെ ഇല്ല, നാളെ രാവിലെ വിടാം, അതായിരിക്കും നന്നാകുക. 3-4 ദിവസമായി കയ്യിലിങ്ങനെ കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് ഫ്രീസറിൽ വെച്ചിരിക്കുന്നതൊക്കെ.